50-ാം ഉത്സവ ദിനത്തിൻ്റെ അന്ന് വൈകുന്നേരത്തെ പഞ്ചവാദ്യമൊക്കെ കഴിഞ്ഞ് പുറത്ത് നടക്കുന്ന വേലകളി കാണുവാനായി ഗുരുവായൂർ നന്ദൻ എന്ന ആനയുടെ പുറത്താണ് ഇന്ന് തിടമ്പേറ്റിയിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ ആനയായ ഗുരുവായൂർ നന്ദൻ്റെ ശിരസിലേറ്റിയ തിടമ്പിൽ പുറത്തേക്ക് വന്നു വേലകളി കാണാനായിട്ട് ഗോപുരവാതിൽ വരെയാണ് വന്നത്. ഗോപുരവാതിൽ നടന്ന വേലകളി കണ്ടിട്ട് ഏറ്റുമാനൂരപ്പൻ അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. അത് ആന പുറകോട്ടാണ് നടന്നു പോകുന്നത്, അല്ലാതെ പുറത്തിറങ്ങിയിട്ട് തിരിഞ്ഞ് നടന്ന് പോവില്ല. ഗോപുരവാതിൽക്കൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്നത് പുറകോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ നന്ദൻ. ഏറ്റുമാനൂർ തേവരെയും ശിരസിലേറ്റി. ഇതൊക്കെ ഉത്സവ ചടങ്ങുകളുടെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ഈ കണ്ടത്. പുറകോട്ട് തിരിഞ്ഞ് ഉള്ളിലേക്ക് എത്തിയിട്ട് ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായിട്ട് വില്ലുകുളത്തിൻ്റെ സൈഡിൽ വേലകളിയുണ്ട്. ഇനി വില്ലുകുളത്തിൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ടാണ് ഏറ്റുമാനൂരപ്പനെയും വഹിച്ചുകൊണ്ട് ഗുരുവായൂർ നന്ദൻ ചെല്ലുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇനി വരുന്നത്. ഇതിപ്പം ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. മുന്നോട്ട് നടന്നു വന്ന പോലെ തന്നെ പുറകോട്ട് ആണ് ആന നടന്നു പോയത്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി. ഇനി ഇവിടുന്ന് തിരിഞ്ഞ് വില്ലുകുളത്തിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. ഇതെല്ലാം ഉത്സവ ചടങ്ങുകളുടെ ഭാഗമാണ് കേട്ടോ.